PSC ഭ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കറണ്ട് അഫയേഴ്സിൻ്റെ 2020 റിവിഷൻ്റെ പാർട്ട് 6 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ പാർട്ട് 5 കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പാർട്ട് 6 തുടങ്ങുന്നത്. അപ്പോൾ ഇനി അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാകില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ 2020 എല്ലാ ഫാക്റ്റുകളും കവർ ചെയ്തുകൊണ്ട് 2020 റിവിഷൻ നമ്മൾ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുന്നതാണ്. അതിനുശേഷം 2021 PSC ബുള്ളറ്റിൻ മാത്രമുള്ള ഒരു വീഡിയോ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ 2020 കറണ്ട് അഫയേഴ്സ് പഠിക്കണമെങ്കിൽ 2020 കറണ്ട് അഫയേഴ്സിൻ്റെ MCQ വീഡിയോ നിങ്ങൾ ഈ ഒരു ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ചാനൽ തുറന്നപാട് തന്നെ കാണാവുന്ന ഒരു പ്ലേലിസ്റ്റാണ് 2021 MCQ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏകദേശം 2021 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാര്യങ്ങൾ നിലവിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ജൂലൈ മാസത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കൂടി അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ 2021 ആ ഒരു കറണ്ട് അഫയേഴ്സും കാണുക. 2020 കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത് ഈ ഒരു റിവിഷൻ ടോപ്പിക്ക് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1 മുതൽ പാർട്ട് 5 വരെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് മാത്രമേ പാർട്ട് 6 വരേണ്ടതുള്ളൂ. കാരണം ഇതൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അപ്പോൾ ഓരോ വീഡിയോയും ഞാൻ ഒരു നിശ്ചിത ടൈം വരുമ്പോൾ ഏകദേശം ഒരു 1 മണിക്കൂർ വരുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പിന്നീട് അടുത്ത പാർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ജനുവരി 1 2020 മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ പാർട്ട് 6 എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂണിലെ കുറച്ച് ഭാഗങ്ങൾ ജൂലൈ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൽ PSC ബുള്ളറ്റിനും ന്യൂസ് പേപ്പർ ഫാക്റ്റ് കൂടി മിക്സഡ് ആയിട്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം ഇതാണ്: കറണ്ട് അക്കൗണ്ട് തുടങ്ങുന്നതിനായി ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? ഉത്തരം ഇൻഡസ് ഇൻഡ് ബാങ്ക് ആണ്. ഓർത്തു നോക്കുക, ഇൻഡസ് ഇൻഡ് ബാങ്ക് ആണ് കറണ്ട് അക്കൗണ്ട് തുടങ്ങുന്നതിനായിട്ട് ആദ്യമായിട്ട് ഒരു മൊബൈൽ ആപ്പ് വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു ആപ്പ് വികസിപ്പിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് ഇൻഡസ് ഇൻഡ് ബാങ്ക് എന്നത് ഓർത്തു വെക്കണം. ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് ഇൻഡസ് കോർപ്പറേറ്റ്. ഓർത്തു നോക്കുക, ഇൻഡസ് കോർപ്പറേറ്റ് എന്നതാണ് ആ ഒരു മൊബൈൽ ആപ്പിൻ്റെ പേര്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2020 ലോക പരിസ്ഥിതി ദിനത്തിൽ തുടക്കം കുറിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഏത് സംസ്ഥാനമാണ് ആരംഭിച്ചത്? ഉത്തരം ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഓർത്തു നോക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഓൺലൈൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നത്. അത് 2020 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് ആരംഭിച്ചത്. അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ വേസ്റ്റ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം. അപ്പോൾ നിലവിലെ ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരാണ് YS ജഗൻമോഹൻ റെഡ്ഡി എന്നത്. അതുകൂടി ഒന്ന് അതിൻ്റെ കൂടെ ഓർത്തു വെക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2020 വൻ തീപിടുത്തം നടന്ന ബാഗ്ജാൻ എണ്ണക്കിണർ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ആസാമിലാണ്. ഓർത്തു നോക്കുക, ബാഗ്ജാൻ എണ്ണക്കിണറിൽ 2020 വർഷമാണ്, ജൂലൈ ഓഗസ്റ്റ് വർഷങ്ങളിലാണ് ആ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് ആസാമിലാണ് ആ ബാഗ്ജാൻ എണ്ണക്കിണർ എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കണം. അപ്പോൾ അതാണ് ഇതിലെ മെയിൻ പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഭരണഘടനാ ശില്പിയും സ്വാതന്ത്ര്യ ഇന്ത്യയിലെ പ്രഥമ നിയമമന്ത്രിയുമായിരുന്ന ഡോക്ടർ BR അംബേദ്കർ കേരളം സന്ദർശിച്ചതിൻ്റെ 70ാം വാർഷികമാണ് 2020 ജൂലൈ മാസം ആചരിച്ചത്. അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കണം. ഡോക്ടർ BR അംബേദ്കറിൻ്റെ കേരള സന്ദർശനത്തിൻ്റെ 70ാം വാർഷികം 2020 ജൂലൈ മാസം ആചരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം 1950 ജൂൺ മാസമാണ്. 1950 ജൂൺ 8 മുതൽ 11 വരെയാണ് കേരള സന്ദർശനം നടത്തിയിരുന്നത്. അന്ന് സന്ദർശിക്കാനുള്ള ഒരു കാരണം ഹിന്ദു കോഡ് ബില്ലിനെ കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കേരളത്തിൽ വന്നത്. അപ്പോൾ അതിൻ്റെ 70ാം വാർഷികമാണ് 2020 ജൂൺ മാസം ആചരിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ബന്ദേ ഉത്കല ജനനി എന്ന കവിതയ്ക്ക് സംസ്ഥാന ഗാന പദവി നൽകാൻ വേണ്ടി തീരുമാനിച്ച സംസ്ഥാനമാണ് ഒഡീഷ. അപ്പോൾ ഓർത്ത് നോക്കുക, ഒഡീഷയാണ് ബന്ദേ ഉത്കല ജനനി എന്ന് പറഞ്ഞ ഒരു കവിതയ്ക്ക് സംസ്ഥാന ഗാന പദവി നൽകാൻ തീരുമാനിച്ചത്. അപ്പോൾ അത് എഴുതിയ വ്യക്തിയുടെ പേരാണ് 1912 ലക്ഷ്മികാന്ത മോഹപാത്ര എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ ഒരു കവിത എഴുതിയത്, ബന്ദേ ഉത്കല ജനനി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയപാത അതോറിറ്റി അഥവാ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മാണ മേഖലയിൽ സമ്പൂർണ്ണമായി ഡിജിറ്റലാകുന്ന ആദ്യ സ്ഥാപനമായി. അപ്പോൾ ഓർത്ത് നോക്കുക, കൺസ്ട്രക്ഷൻ മേഖലയിൽ ആദ്യമായിട്ടാണ് ഒരു സ്ഥാപനം ഇന്ത്യയിൽ സമ്പൂർണ്ണമായിട്ടും ഡിജിറ്റലാകുന്നത്. അപ്പോൾ ആ ഒരു പദവി ലഭിച്ചത് ദേശീയപാത അതോറിറ്റിക്കാണ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് ആ ഒരു പദവി ലഭിച്ചത്. അപ്പോൾ മറ്റൊരു ഫാക്റ്റ് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെൻറ് നിയന്ത്രിത ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് രൂപീകരിച്ച ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓർത്ത് നോക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെൻറ് നിയന്ത്രിത ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് താരമായ വ്യക്തി 2020 ജൂൺ മാസം അന്തരിച്ചു. അപ്പോൾ ആരാണ് ആ വ്യക്തി? വസന്ത റേജിയാണ്. അപ്പോൾ വസന്ത റേജി എന്ന് പറഞ്ഞ വ്യക്തി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് താരമായിരുന്നു. അദ്ദേഹം അന്തരിച്ചത് 2020 ജൂൺ മാസമാണ്. ഇതാണ് വസന്ത റേജി. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത്, ഇതിൽ നിന്നുള്ള ചോദ്യം ചിലപ്പോൾ വസന്ത റേജി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് 2021 കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ പോകുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്കാണ് പോകുന്നത്. അപ്പോൾ അതിൽ ഓരോ ദിവസത്തിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്പോർട്സ് ഫാക്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു കായിക ഇനവുമായി ബന്ധപ്പെട്ട പ്രശസ്ത വ്യക്തിയോ അങ്ങനെയുള്ള ആളുകൾ അന്തരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കായിക താരങ്ങളുടെ കാര്യമാണെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ വസന്ത റേജി എന്ന് പറഞ്ഞ വ്യക്തി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്ററാണ്. 2020 ജൂൺ മാസമാണ് അന്തരിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അമേരിക്കൻ സേനയിലെത്തുന്ന ആദ്യ സിഖുകാരി എന്ന ഒരു നേട്ടം കൈവരിച്ച വ്യക്തിയാണ് 2020 ജൂൺ മാസം തന്നെയാണ് അൻമോൽ നാരംഗ്. ഓർത്തു നോക്കുക, അൻമോൽ നാരംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് അമേരിക്കൻ സേനയിലെത്തുന്ന ആദ്യ സിഖുകാരി എന്ന ഒരു ബഹുമതി ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാസയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പദ്ധതിയുടെ മേധാവിയായി നിയമിതയായ ആദ്യ വനിതയാണ് കാത്തി ല്യൂഡേഴ്സ്. ഓർത്ത് നോക്കുക, കാത്തി ല്യൂഡേഴ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് നാസയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പദ്ധതിയുടെ മേധാവിയാകുന്ന ആദ്യത്തെ വനിത. ഇതാണ് കാത്തി ല്യൂഡേഴ്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ റോസ്ഗർ യോജന ആരംഭിച്ചു. അപ്പോൾ 2020 ജൂൺ 20 പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ റോസ്ഗർ യോജന ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത സ്ഥലം ഒന്ന് ഓർത്തു നോക്കണം. അത് ബീഹാറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഓർത്തു നോക്കുക, പദ്ധതി ഗരീബ് കല്യാൺ റോസ്ഗർ യോജന എന്നാണ് പദ്ധതി. 2020 ജൂൺ 20 ബീഹാറിലാണ് ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ചോദ്യം. സർക്കാരിൻ്റെ എല്ലാ ചികിത്സാ പദ്ധതികളും ഒരു കുടക്കീഴിൽ ആക്കിക്കൊണ്ടുള്ള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് പ്രാബല്യത്തിൽ വന്നു. ഇപ്പോൾ 2020 കാസ്പ് പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് അഥവാ കാസ്പ്. ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് കാസ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എല്ലാ ചികിത്സാ പദ്ധതികളും ഈ ഒരു കാസ്പ് എന്ന ഒരു പദ്ധതിയുടെ കീഴിലായിരിക്കും. കോവിഡിൻ്റെ സാഹചര്യത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ്, കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഡ്രീം കേരള പദ്ധതി. ഓർത്തു നോക്കുക, കോവിഡുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസവും
വേണ്ടിയിട്ടുള്ള ഒരു സമഗ്ര വികസന പദ്ധതിയാണ് ഡ്രീം കേരള പദ്ധതി. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. കരിമ്പുഴ വന്യജീവി സങ്കേതം മന്ത്രി കെ രാജു ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അന്നത്തെ ആ ഒരു സമയത്ത് 2020 സമയത്തെ കേരള വനം വകുപ്പ് മന്ത്രി കെ രാജു ആയിരുന്നു. ഇപ്പോൾ നിലവിൽ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണെന്നുള്ള കാര്യമൊന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ആ ഒരു സമയത്തെ ഫാക്റ്റ് അങ്ങനെ തന്നെ ഇതിൽ ചെയ്തതാണ്. അപ്പോൾ ഓർത്തു നോക്കുക, കരിമ്പുഴ വന്യജീവി സങ്കേതം. ഇപ്പോൾ കേരളത്തിലെ പുതിയൊരു വന്യജീവി സങ്കേതം 2020 വർഷമാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കുക. ഇനി കുറച്ച് ഫാക്റ്റുകളിലേക്ക് പോകാം. അപ്പോൾ നിലമ്പൂർ സൗത്ത് വന ഡിവിഷനിലെ ന്യൂ അമരമ്പലം റിസർവ്, അതുപോലെ തന്നെ കാളിക്കാവ് റേഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗം കൂടി ചേർത്തിട്ടാണ് പുതിയ ഒരു വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. അപ്പോൾ ആ ഒരു പുതിയ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം നിങ്ങൾ പഠിച്ചു നോക്കണം, നിലമ്പൂരാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിലവിൽ പഠിക്കുമ്പോൾ കേരള ജോഗ്രഫി പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം നിലമ്പൂരാണെന്ന് ഓർത്തു വെക്കണം. ഇനി പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് 18ാമത്തെ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതമായിട്ടാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം ആരംഭിച്ചത്. ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കണം. അടുത്ത ഒരു ക്വസ്റ്റിനിലേക്ക് പോകാം. ബോളിവുഡ് സിനിമ നൃത്ത സംവിധാന കലയുടെ മാതാവായി അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അമ്മയായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് സരോജ് ഖാൻ. 2020 ജൂലൈ മാസമാണ് സരോജ് ഖാൻ അന്തരിച്ചത്. അപ്പോൾ സരോജ് ഖാൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിച്ചാൽ നൃത്ത മേഖലയാണ്, അല്ലെങ്കിൽ സിനിമ മേഖലയാണെന്നൊക്കെ പറയാം. അടുത്ത ഒരു ക്വസ്റ്റിനിലേക്ക് പോകാം. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ ഒപ്പം എന്ന ഒരു ടെലി കൗൺസിലിംഗ് പദ്ധതി ആരംഭിച്ചു. അപ്പോൾ ഓർത്തു നോക്കുക, സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലും കൂടി ആരംഭിച്ചിട്ടുള്ള ഒരു ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ഒപ്പം എന്ന് പറയുന്നത്. അടുത്ത ഒരു ക്വസ്റ്റിനിലേക്ക് പോകാം. റേവ അൾട്ര മെഗാ സോളാർ പ്രൊജക്റ്റ് അടുത്തിടെ പ്രധാനമന്ത്രി 2020 വർഷമാണ് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ ഒരു റേവ അൾട്ര മെഗാ സോളാർ പ്രൊജക്റ്റ് ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം മധ്യപ്രദേശിലാണ്. ഓർത്തു നോക്കുക, മധ്യപ്രദേശിലാണ് റേവ അൾട്ര മെഗാ സോളാർ പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് 750 മെഗാ വാട്ടാണ് ഇതിൻ്റെ സ്ഥാപിത ശേഷി. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു. അപ്പോൾ 2020 ജൂലൈ 29 ഈ ഒരു അംഗീകാരം ലഭിച്ചത്. അപ്പോൾ നിലവിൽ 2021 ഒന്നാം വാർഷികം ജൂലൈ 29, 2021 ആചരിച്ചു. ആ ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്തു വെക്കണം. അപ്പോൾ ഇതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. അപ്പോൾ നിലവിലുള്ള പുതിയ ഒരു വിദ്യാഭ്യാസ നയമാണ് 2020 ജൂലൈ 29 വന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നാം വാർഷികം 2021 ആചരിച്ചു. അപ്പോൾ നമുക്കിനി കുറച്ച് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. ഡോക്ടർ കെ കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത്. അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഡ്രാഫ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തയ്യാറാക്കിയത് ആ ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ കെ കസ്തൂരിരംഗൻ. ഇനി പറയാനുള്ളത് 3 വർഷത്തെ അങ്കണവാടി അല്ലെങ്കിൽ പ്രീ സ്കൂൾ പഠനം ഉൾപ്പെടെ 12 വർഷത്തെ ഒരു സ്കൂൾ പഠനമാണ് പുതിയ ഒരു എഡ്യൂക്കേഷൻ പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പാഠ്യരീതി എന്ന് പറയുന്നത് 5+3+3+4 എന്ന ഒരു പാഠ്യരീതിയാണ് പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഉറപ്പാക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കണം. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്. കസ്തൂരിരംഗൻ എന്ന വ്യക്തിയുടെ പേര് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. അത് ചിലപ്പോൾ ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അടുത്ത ഒരു ക്വസ്റ്റിനിലേക്ക് പോകാം. ക്വസ്റ്റ് ഫോർ റെസ്റ്റോറിംഗ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം വിറാൽ വി ആചാര്യ. അപ്പോൾ വിറാൽ വി ആചാര്യ എന്ന് പറയുന്ന വ്യക്തിയാണ് ക്വസ്റ്റ് ഫോർ റെസ്റ്റോറിംഗ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പുസ്തകം 2020 വർഷം പുറത്തിറങ്ങിയത്. അപ്പോൾ വിറാൽ വി ആചാര്യ എന്ന് പറയുന്ന വ്യക്തി മുൻ റിസർവ് ബാങ്ക് ഗവർണറാണ്. ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കണം.
അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 2020 ജൂലൈ മാസം അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചായ നാസ്ഡാക്കിൻ്റെ ബിൽബോർഡിൽ പ്രദർശിപ്പിച്ച ഏക ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? അപ്പോൾ നാസ്ഡാക്കിൻ്റെ ബിൽബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഏക ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബാണ് മോഹൻ ബഗാൻ. അപ്പോൾ ജൂലൈ 29 ഒരു പ്രത്യേകതയുണ്ട്. അന്ന് മോഹൻ ബഗാൻ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തിലാണ് മോഹൻ ബഗാൻ്റെ ഒരു ചിത്രം അല്ലെങ്കിൽ മോഹൻ ബഗാനെ ആ ഒരു പേര് നാസ്ഡാക്ക് എന്ന് പറഞ്ഞ അമേരിക്കയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്രദർശിപ്പിച്ചത്. അപ്പോൾ ഇതാണ് ആ ബിൽ ബോർഡ്. അപ്പോൾ ഇതിലാണ് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബ് ഈ ഒരു നാസ്ഡാക്കിൻ്റെ ബിൽ ബോർഡിൽ വരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ ഒരു ടീം ഏതാണെന്ന് ചിലപ്പോൾ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇന്ത്യയിലെ ഏത് IT പാർക്കാണ് രൂപം കൊണ്ടതിൻ്റെ 30ാമത് വാർഷികം 2020 ആചരിച്ചത്? ഉത്തരം തിരുവനന്തപുരം ടെക്നോ പാർക്കാണ്. ഓർത്തു നോക്കുക, തിരുവനന്തപുരം ടെക്നോ പാർക്കിൻ്റെ രൂപം കൊണ്ടതിൻ്റെ 30ാമത് വാർഷികമാണ് 2020 വർഷം ആചരിച്ചത്. അപ്പോൾ തിരുവനന്തപുരം ടെക്നോ പാർക്ക് അതിൻ്റെ പ്രാഥമിക തലത്തിൽ 1990 ജൂലൈ 28 ആരംഭിച്ചത്. അന്ന് അത് ഇലക്ട്രോണിക് ടെക്നോളജി പാർക്ക് എന്ന പേരിൽ ഒരു സൊസൈറ്റി ആയിട്ടാണ് രൂപീകരിച്ചത്. പിന്നെയാണ് അതൊരു ടെക്നോ പാർക്കായിട്ട് പിറവി കൊണ്ടത്. അപ്പോൾ ഓർത്ത് നോക്കുക, ടെക്നോ പാർക്കിൻ്റെ 30ാമത് വാർഷികമാണ് 2020 ആഘോഷിച്ചത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. കേരള സർക്കാർ കോവിഡ് പശ്ചാത്തലത്തിൽ ആരംഭിച്ച ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ ഏതാണ്? ഉത്തരം ജീവരക്ഷയാണ്. അപ്പോൾ ഓർത്ത് നോക്കുക, കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേര് ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ആത്മഹത്യയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു ജീവരക്ഷ. 2020 ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ രണ്ടാമത്തേതും വലിയ ഡാറ്റ സെൻറ്റർ സ്ഥാപിതമായ സംസ്ഥാനം ഏതാണ്? ഇപ്പോൾ 2020 ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമതുമായിട്ടുള്ള ഒരു ഡാറ്റ സെൻറ്റർ സ്ഥാപിതമായത്. അത് മഹാരാഷ്ട്രയിലാണ് സ്ഥാപിതമായത്. അതിൻ്റെ പേര് ഓർത്ത് നോക്കണം. യോട്ട NM1 ഡാറ്റ സെൻറ്ററാണ് ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 10,000 കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം മൂലമറ്റം പദ്ധതിയാണ്. അപ്പോൾ ഓർത്ത് നോക്കുക, 10,000 കോടി യൂണിറ്റ് വൈദ്യുതി എന്ന ഒരു നേട്ടം കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ് മൂലമറ്റം പദ്ധതി എന്ന് ഓർത്തു വെക്കണം. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അനാസിസ് 2 ഏത് രാജ്യത്തിൻ്റെ ആദ്യ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്? ഉത്തരം ദക്ഷിണ കൊറിയ. ഇപ്പോൾ സൗത്ത് കൊറിയയുടെ ആദ്യത്തെ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് 2020 ജൂലൈ 20 വിക്ഷേപിച്ചിട്ടുള്ള അനാസിസ് 2 എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ്. അപ്പോൾ അനാസിസ് 2 എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോമാണ് ആർമി നേവി എയർഫോഴ്സ് സാറ്റലൈറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം 2. ഇതാണ് അനാസിസ് 2 എന്ന് പറയുന്നതിൻ്റെ ഒരു ഫുൾ ഫോം. അപ്പോൾ ഓർത്ത് നോക്കുക, ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് അനാസിസ് 2. അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് പോകാം. പ്രഥമ ഗുൽബൻകിയൻ പ്രൈസ് ഫോർ ഹ്യൂമാനിറ്റി ജേതാവ് ആരാണ്? അപ്പോൾ 2020 ആദ്യത്തെ ഗുൽബൻകിയൻ പ്രൈസ് ഫോർ ഹ്യൂമാനിറ്റി നൽകിയത്. അത് ലഭിച്ച വ്യക്തിയാണ് ഗ്രേറ്റ തുൻബർഗ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 2020 ജൂലൈ മാസം അന്തരിച്ച ലാൽജി ടണ്ടൻ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ്? മധ്യപ്രദേശാണ്. അപ്പോൾ മധ്യപ്രദേശിൻ്റെ ഗവർണർ ആയിരിക്കുകയാണ് ലാൽജി ടണ്ടൻ അന്തരിച്ചത്. 2020 ജൂലൈ മാസമാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ് നിലവിലെ മധ്യപ്രദേശിൻ്റെ ഗവർണർ. അത് 2021 ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മളത് ഡെയിലി കറണ്ട് അഫയേഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഉത്തരം നിലവിലെ ഗവർണറാണ്. മധ്യപ്രദേശിൻ്റെ നിലവിലെ ഗവർണറാണ് മംഗുഭായ് ചഗൻഭായ് പട്ടേൽ. ഓർത്തു വെക്കുക, മംഗുഭായ് ചഗൻഭായ് പട്ടേലാണ് മധ്യപ്രദേശിൻ്റെ നിലവിലെ ഗവർണർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. റോഷ്നി നാഡർ മൽഹോത്ര ഏത് പ്രമുഖ IT കമ്പനിയുടെ മേധാവിയായാണ് ചുമതലയേറ്റത്? അപ്പോൾ HCL. അപ്പോൾ HCL എന്ന ഒരു പ്രമുഖ IT കമ്പനിയുടെ മേധാവിയാണ് റോഷ്നി നാഡർ മൽഹോത്ര എന്ന് പറയുന്ന വ്യക്തി.
അപ്പോൾ ഇതിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്ത IT കമ്പനിയെ നയിക്കുന്ന ആദ്യ വനിതയാണ് റോഷ്നി നാടാർ മൽഹോത്ര എന്ന് പറഞ്ഞ വ്യക്തി. അതാണ് ഇതിലെ ഒരു പ്രത്യേകത. HCL എന്ന് പറഞ്ഞ പ്രമുഖ IT കമ്പനിയുടെ മേധാവിയാണ് റോഷ്നി നാടാർ മൽഹോത്ര. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 2020 ജൂലൈ മാസം ഏത് ചൈനീസ് സമൂഹ മാധ്യമത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ അംഗത്വം ഉപേക്ഷിച്ചത്? ഉത്തരം വെയ്ബോ ആണ്. അപ്പോൾ വെയ്ബോ എന്നത് ഒരു ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ചിലപ്പോൾ അങ്ങനെയൊരു ചോദ്യം വരാം. വെയ്ബോ താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ IT-യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വെയ്ബോ എന്ന് പറയുന്നത് ചൈനീസ് സമൂഹ മാധ്യമമാണ്. ഇപ്പോൾ 2020 വർഷമാണ് ചൈനയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷനുകളൊക്കെ നിരോധിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അന്ന് പ്രധാനമന്ത്രി അംഗമായിട്ടുണ്ടായിരുന്ന ഒരു ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള വെയ്ബോയിൽ നിന്നും അദ്ദേഹം അംഗത്വം ഉപേക്ഷിച്ചത്. അപ്പോൾ ഈ വെയ്ബോ എന്ന് പറയുന്നത് ട്വിറ്ററിന് സമാനമായിട്ടുള്ള ഒരു ചൈനീസ് ബദലായിട്ടുള്ള മൈക്രോ ബ്ലോഗ് ആണ് വെയ്ബോ. ആ ഒരു കാര്യം കൂടി ഓർത്തോക്കണം. വെയ്ബോ എന്നത് ട്വിറ്ററിനെ പോലെയുള്ള ഒരു ചൈനയുടെ മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. മലയാളത്തിലെ ആദ്യത്തെ OTT മീഡിയ സിനിമ ഏതാണ്? ഉത്തരം സൂഫിയും സുജാതയുമാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരുപാട് OTT സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് മലയാളത്തിൽ വന്നിട്ടുള്ള ഒരു OTT കൊമേഴ്ഷ്യൽ റിലീസാണ് സൂഫിയും സുജാതയും എന്ന് പറഞ്ഞ ഒരു സിനിമ. അപ്പോൾ ആ ഒരു ചിത്രം നിങ്ങൾ എന്തായാലും ഒന്ന് ഓർത്ത് നോക്കണം. അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിലാണ് എന്ന പ്ലാറ്റ്ഫോമിലാണ് ആദ്യമായിട്ട് ഈ ഒരു ചിത്രം പുറത്തിറക്കിയത്. അപ്പോൾ OTTയുടെ ഫുൾ ഫോമും അതും ഒന്ന് ഓർത്ത് നോക്കണം. ഓവർ ദ ടോപ്പാണ്. ഓവർ ദ ടോപ്പ് എന്നതാണ് OTTയുടെ ഫുൾ ഫോം. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 2020 ജൂലൈ മാസം ഇസ്രായേൽ പുതിയതായി വിക്ഷേപിച്ച ചാര ഉപഗ്രഹം ഏതാണ്? ഉത്തരം ഒഫാക് 16 ആണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു 2020 വിക്ഷേപിച്ചിട്ടുള്ള ഒരു സ്പൈ സാറ്റലൈറ്റ് ആണ്, അല്ലെങ്കിൽ ചാര ഉപഗ്രഹമാണ് ഒഫാക് 16. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ ഉപഗ്രഹമാണ് അല്ലെങ്കിൽ ചാര ഉപഗ്രഹമാണ് ഒഫാക് 16 എന്ന് ചോദിച്ചാൽ ഇസ്രായേൽ എന്നാണ് ഉത്തരം. അപ്പം അങ്ങനെയും ചോദ്യങ്ങൾ വരാം. അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് പോവാം. ഏത് സംസ്ഥാനമാണ് 100% LPG കണക്ഷനുകൾ ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി മാറിയത്? ഉത്തരം ഹിമാചൽ പ്രദേശാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് 100% LPG കണക്ഷനുകൾ ലഭ്യമാക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് ഹിമാചൽ പ്രദേശ് മാറിയത്. അടുത്ത ഒരു ക്വസ്റ്റ്യനാണ്. 2020 ജൂലൈ മാസം വിക്ഷേപിച്ച UAEയുടെ പ്രഥമ ചൊവ്വ ദൗത്യം ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ UAEയുടെ പ്രഥമ ചൊവ്വ ദൗത്യമാണ് ഹോപ്പ്, അല്ലെങ്കിൽ അൽ അമാൽ അഥവാ പ്രത്യാശ എന്നൊക്കെ അറിയപ്പെടുന്ന ദൗത്യമാണ് 2020 ജൂലൈ മാസം വിക്ഷേപിച്ചത്. അപ്പോൾ കുറച്ച് ഫാക്റ്റുകൾ പറയാനുണ്ട്. അപ്പോൾ ഈ ഒരു നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ അറബ് രാജ്യമാണ്. അപ്പോൾ ചൊവ്വയിൽ ദൗത്യം എന്ന നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ അറബ് രാജ്യമാണെന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ലോകത്തിലെ 5ാമത്തെ രാജ്യമാണ്. ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ 5ാമത്തെ രാജ്യവും ആദ്യത്തെ അറബ് രാജ്യവുമാണ് UAE. അപ്പോൾ ഏത് രാജ്യത്തിൽ നിന്നാണ് UAE തങ്ങളുടെ പ്രഥമ ചൊവ്വ ദൗത്യം വിക്ഷേപിച്ചത് എന്ന് ചോദിച്ചാൽ ജപ്പാനിൽ നിന്നാണ് വിക്ഷേപിച്ചത്. അപ്പോൾ ജപ്പാനിലെ തനേഗാഷിമ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ആ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റിൻ്റെ പേര് ഓർത്ത് നോക്കണം. മിത്സുബിഷി H2A ആണ്. മിത്സുബിഷി H2A എന്ന് പറയുന്ന റോക്കറ്റിലാണ് വിക്ഷേപണം നടത്തിയത്. അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്തിടെ ചൈന വിക്ഷേപിച്ച ചൊവ്വ ദൗത്യത്തിനുള്ള പേടകം ഏതാണ്? ഉത്തരം ടിയാൻവൻ ആണ്. ടിയാൻവൻ 1. ഇപ്പോൾ 2020 വർഷമാണ് 3 രാജ്യങ്ങൾ ചൊവ്വ ദൗത്യം നടത്തിയത്. ഒന്ന് UAE ആണ്, നേരത്തെ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ചൈനയാണ്. മറ്റൊന്ന് അമേരിക്ക അല്ലെങ്കിൽ നാസയുടെ പെർസീവറൻസ് ആണ്. അപ്പോൾ ഈ 3 ദൗത്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. അപ്പോൾ ടിയാൻവൻ 1 എന്നത് ചൈനയുടെ ചൊവ്വ ദൗത്യമാണ്. അപ്പോൾ അത് വിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ 2021 ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ വിക്ഷേപിച്ച സ്ഥലമാണ് ഹൈനൻ ദ്വീപ്. വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റിൻ്റെ പേര് ഓർത്ത് നോക്കണം. ലോങ് മാർച്ച് 5 എന്ന ഒരു റോക്കറ്റിലാണ്
ടിയാൻവൻ 1 എന്ന് പറഞ്ഞ ഒരു പേടകം വിക്ഷേപിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റോവറിൻ്റെ പേര് നിങ്ങൾ പഠിക്കണം. അത് ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത കാര്യമാണ്, സൂറോങ്. അപ്പോൾ ചൈന ചൊവ്വയിൽ ഇറക്കിയിട്ടുള്ള ഒരു റോവറാണ് സൂറോങ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് പോവാം. USA ലോസ് ആഞ്ചലസിൽ വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നു. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് നിലവിൽ വന്ന ലോകത്തിലെ ആദ്യ യോഗ യൂണിവേഴ്സിറ്റിയാണ് ലോസ് ആഞ്ചലസിൽ നിലവിൽ വന്നിട്ടുള്ള വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇത് 10th പ്രിലിംസിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പത്രങ്ങളിൽ ഏതെങ്കിലും ഒരു മൂലക്ക് കാണുന്നൊരു വാർത്തയാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് PSC ബുള്ളറ്റിലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി വായിക്കേണ്ടതാണ്. അപ്പോൾ PSC ബുള്ളറ്റും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ പോകുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 2020 പീസ് പ്രൈസ് ഫോർ ജർമ്മൻ ബുക്ക് ട്രേഡ് ലഭിച്ച ഇന്ത്യൻ വംശജനായിട്ടുള്ള വ്യക്തിയാണ് അമർത്യ സെൻ. അപ്പോൾ ഓർത്ത് നോക്കുക, ജർമ്മൻ ബുക്ക് ട്രേഡ് പുരസ്കാരം, പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡ് പുരസ്കാരം 2020 ലഭിച്ച വ്യക്തിയാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള അമർത്യ സെൻ. അപ്പോൾ നമുക്ക് കുറച്ച് 2020 ഫാക്റ്റ് നോക്കാം. അപ്പോൾ അതിൽ ആദ്യ ഫാക്റ്റാണ് ഹോം ഇൻ ദ വേൾഡ് എന്ന ഓർമ്മക്കുറിപ്പ് 2020 ജൂലൈ മാസമാണ് അദ്ദേഹത്തിൻ്റെ പുറത്തിറങ്ങിയത്. അപ്പോൾ ഓർത്ത് നോക്കുക, ഹോം ഇൻ ദ വേൾഡ് എന്ന ഓർമ്മക്കുറിപ്പ് അമർത്യ സെൻ്റെ ഓർമ്മക്കുറിപ്പാണെന്ന് ഓർത്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അടുത്ത പോയിന്റ്, 2021 അദ്ദേഹത്തിന് മറ്റൊരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ ശാസ്ത്ര മേഖലയിലെ സ്പെയിനിലെ ഒരു പരമോന്നത ബഹുമതിയാണ് അമർത്യ സെന് 2021 ലഭിച്ചത്. പ്രിൻസസ് ഓഫ് അസ്റ്റൂറിയാസ് അവാർഡ് ഇൻ ദ സോഷ്യൽ സയൻസസ് കാറ്റഗറി. ഈ ഒരു അവാർഡാണ് അദ്ദേഹത്തിന് 2021 ലഭിച്ചത്. ഇത് സ്പെയിനിൻ്റെ ഒരു പരമോന്നത പുരസ്കാരമാണ്. അപ്പോൾ ഇത്രയും ഫാക്റ്റുകൾ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അസമിലെ വന്യജീവി സങ്കേതമായ ദഹിങ് പട്കായ്, ഓർത്ത് നോക്കുക, ദഹിങ് പട്കായ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ദേശീയോദ്യാന പദവി ലഭിച്ചു. അപ്പോൾ ഓർത്ത് നോക്കുക, ദഹിങ് പട്കായ് വന്യജീവി സങ്കേതത്തിന് ദേശീയ ഉദ്യാന പദവി, നാഷണൽ പാർക്ക് സ്റ്റാറ്റസ് ലഭിച്ചിട്ടുണ്ട്. 2020 ലഭിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഓർത്ത് വെക്കാനുള്ള ഒരു കാര്യമാണ്, അസമിലെ 6ാമത് നാഷണൽ പാർക്കാണ് ദഹിങ് പട്കായ് വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ ദഹിങ് പട്കായ് നാഷണൽ പാർക്ക്. പിന്നീട് നമ്മൾ 2021 മറ്റൊരു കാര്യം കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആസാമിലെ 7ാമത് നാഷണൽ പാർക്ക് റെയ്മോണ നാഷണൽ പാർക്കാണ് ആസാമിലെ 7ാമത് ദേശീയോദ്യാനം. ആ ഒരു കാര്യം കൂടി എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പഠിച്ചു നോക്കണം. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം കർണാടകയിലെ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിലവിൽ വരും. അപ്പോൾ ഓർത്ത് നോക്കുക, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഇനി നിലവിൽ വരാൻ പോകുന്നത്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, കർണാടകയിലുള്ള ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ നമുക്കിപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗോരഖ്പൂർ സ്റ്റേഷനിലാണ്, UP 1366 മീറ്ററാണ്. ഇപ്പോൾ 2ാം സ്ഥാനത്തുള്ളത് കൊല്ലം ജംഗ്ഷനാണ്, 1180 മീറ്ററാണ്. അപ്പോൾ ഈ വരാൻ പോകുന്ന ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ ഏകദേശം 1400 മീറ്ററാണ് ഇതിൻ്റെ നീളം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് ഓർത്തു വെക്കണം. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ 2020 വർഷത്തിലെ ബഷീർ ബാല്യകാലസഖി പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. അപ്പോൾ ബഷീർ അമ്മ മലയാളം പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ VP ഗംഗാധരനാണ്. അപ്പോൾ ഈ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള അവാർഡ് 2020 PSC ബുള്ളറ്റിൽ നിന്നെടുത്ത ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു അവാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ട് 2021 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം കൂടി പഠിക്കാം. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് 2021 അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഇതേ അവാർഡിൻ്റെ പുതിയ പതിപ്പാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാല്യകാലസഖി പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത എഴുത്തുകാരിയായിട്ടുള്ള BM സുഹറക്കാണ്. ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക.
അടുത്തത് നേരത്തെ പറഞ്ഞിട്ടുള്ള അമ്മ മലയാളം പുരസ്കാരമാണ്. ബഷീർ അമ്മ മലയാളം പുരസ്കാരം 2021 ലഭിച്ചിട്ടുള്ളത് പ്രശസ്ത കവയത്രിയായിട്ടുള്ള VM ഗിരിജക്കാണ്. ഓർത്തുക, VM ഗിരിജക്കാണ് ബഷീർ അമ്മ മലയാളം പുരസ്കാരം ലഭിച്ചത്. ആ രണ്ട് വ്യക്തികളെ ഞാനിവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. BM സുഹറക്ക് ബഷീർ ബാല്യകാല സഖി പുരസ്കാരവും VM ഗിരിജക്ക് ബഷീർ അമ്മ മലയാളം പുരസ്കാരവും 2021 ലഭിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ലോക ബാഡ്മിൻ്റണിലെ അതുല്യ പ്രതിഭയായിട്ടുള്ള അല്ലെങ്കിൽ ഇതിഹാസ താരമായിട്ടുള്ള ലിൻ ഡാൻ 2020 വിരമിച്ചത്. അദ്ദേഹം ചൈനയെ പ്രതിനിധീകരിക്കുന്ന ഒരു ബാഡ്മിൻ്റൺ താരമാണ്. അപ്പോൾ ഓർത്ത് നോക്കുക, ലിൻ ഡാൻ ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ടുള്ള ലോക താരമാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. പാക് സൈന്യത്തിൽ ലഫ്റ്റനന്റ് ജനറലായി നിയമിതയായ നിഗർ ജോഹർ ആ ഒരു പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ്. അപ്പോൾ ഓർത്ത് നോക്കുക, നിഗർ ജോഹർ എന്ന് പറഞ്ഞ വ്യക്തി പാക് സൈന്യത്തിൻ്റെ ലഫ്റ്റനന്റ് ജനറലാകുന്ന ആദ്യത്തെ വനിതയാണ്. ആ ഒരു കാര്യം കൂടിയൊന്ന് ഓർത്തു വെക്കണം. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇന്ത്യയിൽ 20 ജൂലൈ 2020 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നു. അപ്പോൾ പുതിയ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നത് ജൂലൈ 20, 2020 അപ്പോൾ ഓർത്ത് നോക്കുക, പുതിയ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുമ്പോൾ ഇതിനു മുൻപുണ്ടായിരുന്നത് 1986 അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റ് പറയാം. അതിനു മുൻപേ ഈ ഒരു ഡേറ്റ് ഓർത്ത് നോക്കണം. ജൂലൈ 20, 2020 പുതിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നത്. അത് 2019 വർഷത്തിലെ ആക്ട് എന്നാണ് എന്നും കൂടി ഓർത്തു വെക്കണം. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാം. അപ്പോൾ പഴയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പുതിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളാണ്. അപ്പോൾ ഇതിൽ പുതിയതായിട്ടൊരു സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മുൻപ് അങ്ങനെ ഒരു റെഗുലേറ്റർ അതോറിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പറയാനുള്ള മറ്റൊന്ന്, കംപ്ലൈൻറ്റ് ക്യാൻ ബി ഫയൽഡ് ഇൻ എ കൺസ്യൂമർ കോർട്ട് വേർ ദ കംപ്ലൈൻറ്റ് റിസൈഡ്സ് ഓർ വർക്ക്സ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി വന്നിട്ടുണ്ട്, കൺസ്യൂമർ കോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം. ഇനി പറയാനുള്ളത്, ഈ ഒരു കാര്യം നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കണം. ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്താൽ അതിൻ്റെ ഒരു സമയം ഇതിൽ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഇനി പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കറക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 10th പ്രിലിംസിൻ്റെ കറണ്ട് അഫയേഴ്സിൽ നിങ്ങളൊരു കാര്യം കണ്ടിട്ടുണ്ടാവും. എത്ര രൂപ വരെയുള്ള കാര്യങ്ങളാണ് ഓരോ കൺസ്യൂമർ കോർട്ടും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മുൻപ് കണ്ടിട്ടുള്ള ഒരു കാര്യം ഇതാണ്. അപ്പോൾ ഇതിപ്പം മാറിയിട്ടുണ്ട്. ഇനി അപ്ഡേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഫാക്റ്റാണ്, ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ കോർട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് 1 കോടി വരെയാണ് ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷൻ. 1 കോടി മുതൽ 10 കോടി വരെ കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാന കൺസ്യൂമർ കോർട്ടാണ്. ദേശീയ ലെവലിലാണെങ്കിൽ 10 കോടി വരെയാണ് അതിൻ്റെ ഒരു ജൂറിസ്ഡിക്ഷൻ. അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഞാനിത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ നിങ്ങളത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക, കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അശോക് ലവാസ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ വൈസ് പ്രസിഡൻ്റായി നിയമിതനായി. അപ്പോൾ ഓർത്ത് നോക്കുക, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അഥവാ ADBയുടെ പുതിയ വൈസ് പ്രസിഡൻ്റായിട്ട് 2020 നിയമിതനായ വ്യക്തിയാണ് അശോക് ലവാസ. ഇദ്ദേഹം മുൻ ഇലക്ഷൻ കമ്മീഷൻ അംഗമാണ്, ഇലക്ഷൻ കമ്മീഷണറൊക്കെ ആയിരുന്നിട്ടുള്ള വ്യക്തിയാണ് അശോക് ലവാസ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടിയുണ്ട്, അതുകൊണ്ട് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോഴിക്കോട് ജില്ലയിലെ വടകര മുനിസിപ്പാലിറ്റി സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ പദവി ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ മുനിസിപ്പാലിറ്റിയായി മാറി. അപ്പോൾ ഓർത്ത് നോക്കുക, സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ പദവി ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ മുനിസിപ്പാലിറ്റിയാണ് വടകര മുനിസിപ്പാലിറ്റി. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്. ഇനി ഒരു സ്റ്റാറ്റിക് GK ചോദ്യമായിട്ട് തന്നെ വേണമെങ്കിൽ ഈ ഒരു കാര്യം ചോദിക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, അപ്പോൾ ഈ സമ്പൂർണ്ണ മാലിന്യമുക്ത പദവി ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ്
2017 ജൂലൈ മാസമാണ് വടകര മുനിസിപ്പാലിറ്റിയിൽ ആ ഒരു പദ്ധതി ആരംഭിച്ചത്. ആ പദ്ധതിയുടെ പേരാണ് ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി സീറോ വേസ്റ്റ് വടകര. ഓർത്തുക, ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി സീറോ വേസ്റ്റ് വടകര എന്നൊരു പദ്ധതി പ്രകാരമാണ് ഇപ്പോൾ ഈ ഒരു നേട്ടം കൈവരിച്ചത്. 2020 ആ ഒരു നേട്ടം കൈവരിച്ചത്. ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ഓർത്തു വെക്കണം. ചിലപ്പോൾ ഇത് സ്റ്റാറ്റിക് ജികെ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അടുത്തൊരു ചോദ്യം, ഗാബോൺ രാജ്യത്തിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ഉത്തരം റോസ് ക്രിസ്റ്റ്യൻ ഒസൂക്കോ റാപ്പോണ്ട. ഓർത്തുക, ഗാബോൺ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് റോസ് ക്രിസ്റ്റ്യൻ ഒസൂക്കോ റാപ്പോണ്ട എന്ന് പറഞ്ഞ വ്യക്തിയാണ് ചുമതലയേറ്റത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പാർട്ട് 1 മുതൽ പാർട്ട് 5 വരെയുള്ള സീരീസുകളിൽ വിവിധ രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. വേൾഡ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യ തലവൻ മാറിയിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ വീണ്ടും ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് ഒരു അപ്പോയിൻമെൻറ്റ്സ് 2020-21 എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ ഇതുപോലെ ഉള്ള നിയമനങ്ങൾ അല്ലെങ്കിൽ ചുമതലയേറ്റ വ്യക്തികളൊക്കെ നമ്മൾ പ്രത്യേകം ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ഓർത്തു വെക്കണം. അപ്പോൾ ഈ ഒരു പാർട്ട് 6 കറണ്ട് അഫയേഴ്സ് 2020 റിവിഷൻ്റെ പാർട്ട് 6 ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പാർട്ട് 7 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 2020 മുതലുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഏകദേശം ജൂൺ ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സുകൾ പാർട്ട് 5, 6 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇനി പാർട്ട് 7 നമ്മൾ ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അഫയേഴ്സ് തുടങ്ങും. അതുപോലെ തന്നെ ഓഗസ്റ്റ് കഴിഞ്ഞിട്ടുള്ള അടുത്ത മാസത്തിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഒന്ന് തുടങ്ങി വെക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുവരെയുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. കാരണം ഇതൊരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോകുന്നത്. ഞാനതിൽ ഓരോ സമയം വെച്ചിട്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു കട്ട് ചെയ്തിട്ടാണ് അടുത്ത പാർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി പാർട്ട് 7 നമുക്ക് കാണാം. ഓഗസ്റ്റ് 2020 ഇനി തുടങ്ങാനുള്ളത്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ പാർട്ടുകൾ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് അതിൽ വരുന്ന സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ തെറ്റുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ സൂചിപ്പിക്കണം. ആ തെറ്റ് വന്ന കാര്യം ഞാൻ എല്ലാ വീഡിയോയുടെയും ഏത് വീഡിയോയിലാണോ തെറ്റുള്ളത് ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് കൂടി ശ്രദ്ധിക്കണം. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിലും ആ ഒരു കമൻറ്റ് ബോക്സിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.